കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും കവർച്ച. കുഞ്ചത്തൂർ മാടയിൽ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള വ്യായാമശാലയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണ് ഇത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതെങ്ങനെയാണ് ഈ മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്? എന്തൊക്കെയാണ് ഇവിടെ നിന്ന് മോഷണം പോയത്? പോലീസ് എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകുന്നത്? നവമി, ഇന്നലെ രാത്രിയോട് കൂടിയാണ് മഞ്ചേശ്വരം മാട അരശ് മഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഈ വ്യായാമശാലയിൽ ഇങ്ങനെ കവർച്ച നടന്നത്. ഈ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഭണ്ണാരം അത് എടുത്തുകൊണ്ടുപോയി അതിൽ നിന്നുള്ള പണം കവർന്ന് ആ ഭണ്ണാരം അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ കവർച്ച നടത്താൻ ഇയാൾ അകത്തേക്ക് കയറുന്നതും പിന്നീട് കവർച്ച നടത്തിയതിനു ശേഷം ഈ ഭണ്ണാരവുമായി പുറത്തേക്ക് വരുന്നതും ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നവമി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ചക്കിടെ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണിത്. വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തുള്ളത്. പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കവർച്ചയെങ്കിൽ ഇപ്പോൾ അത് ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു കവർച്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഇതിലൊന്നും ഇതുവരെ ഒരു പ്രതികളെയും പിടികൂടാനായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഈ പൈവിളികെ കുരുടപ്പദവിലാണ് 14 പവൻ ഇത്തരത്തിൽ കവർച്ച ചെയ്യുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഈ കുടുംബം ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ സമയത്ത് വീട്ടിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയ സമയത്തായിരുന്നു ഈ പകൽ നേരങ്ങളിൽ കവർച്ച നടന്നത്. അവിടെ ഈ താക്കോൽ വീടിന് പുറത്തു വെക്കുന്ന ഒരു സ്വഭാവമായിരുന്നു വരുന്നത്. ആ താക്കോൽ കൈക്കലാക്കി കവർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ പ്രതികൾ ഒരു സംശയം എന്ന രീതിയിൽ ഇവർ ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇതിന് ഒരു 4 ദിവസം മുൻപാണ് കയ്യാറിൽ വലിയ തോതിലുള്ള ഒരു കവർച്ച ഒരു വീട്ടിൽ നടന്നത്. പക്ഷെ ആ കവർച്ച നടന്നെങ്കിലും അതിന്റെ സ്വർണം വീട്ടുവളപ്പിൽ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തി അവിടെ പരിശോധന നടത്തിയെങ്കിലും അതിലും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ, കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ അരശ് മഞ്ചേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ വലിയൊരു ഉത്സവം നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുലർച്ചെ ഈ പൂജാരി എത്തുന്ന സമയത്താണ് ഇങ്ങനെ ഇത് വാതിൽ തകർത്ത നിലയിൽ കാണുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയാണ് ഈ വ്യായാമശാലയുള്ളത്. ആ വ്യായാമശാലയിലാണ് ഇത്തരത്തിൽ CCTV ഉൾപ്പെടെ സ്ഥാപിച്ച സ്ഥലത്ത് ഈ മോഷ്ടാവ് കയറുന്നതും ഇങ്ങനെ ഈ ഭണ്ഡാരം കവർ ചെയ്യുന്നതും. എന്തായാലും പ്രതികളെ പിടികൂടാനാകാത്തത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷമൊക്കെ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കവർച്ചാ സംഘങ്ങൾ വലിയ തോതിൽ ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ, അത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതലായും ഇപ്പോൾ കവർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇത്. അതുകൊണ്ട് തന്നെ കവർച്ച നടത്തുന്ന സംഘം പലപ്പോഴും കർണാടകയിലേക്ക് കടക്കുന്ന ഒരു പതിവുമുണ്ട്. പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഈ മോഷ്ടാവ് കൃത്യമായി CCTV ക്യാമറയിൽ പതിഞ്ഞുകൊണ്ട് തന്നെ ഈ ഉടനെ ഈ മോഷ്ടാവിനെ ഈ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗങ്ങളിൽ ക്വാർട്ടേഴ്സുകളിൽ, പ്രത്യേകിച്ച് ക്വാർട്ടേഴ്സുകളിലൊക്കെ ഇങ്ങനെ പുറത്തുനിന്നും വന്ന പല ആളുകളും തമ്പടിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായത്. വലിയ ജാഗ്രത ഉണ്ടാകണമെന്ന് അറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണം ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം 1 ലക്ഷത്തിന് മുകളിൽ സ്വർണത്തിന് ഒക്കെ വില വന്നതോടുകൂടി ഈ കവർച്ചകൾ വലിയ തോതിൽ ഈ ഒരു വീടുകളിലേക്ക് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മാല പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സജീവമാകുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂടുതൽ സ്വർണ്ണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പോലീസിന്റെ ഒരു മുന്നറിയിപ്പുമുണ്ട്. മാത്രമല്ല, അടച്ചിട്ട് വീടാണെങ്കിൽ, ദൂരം പോവുകയാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നും ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. ഏതായാലും പോലീസ് പെട്രോളിംഗ്, രാത്രികാല പെട്രോളിംഗ് കർശനമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.